ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് കോഴിക്കറിയാണ് കേട്ടോ വെക്കണത്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചിട്ട് എണ്ണയിൽ വാട്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ പിരിയമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടും കേട്ടോ. പിന്നെ തേങ്ങ ഇത്തിരി മഞ്ഞളും മുളക് പൊടി ഇട്ട് തേങ്ങ അരച്ച് അരപ്പിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് മൊരിയിച്ച് എണ്ണ പോരാഞ്ഞപ്പോൾ ഇത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് അതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കൂരി അതിനകത്തേക്ക് പെറുക്കിയിടാം. കൂരി പെറുക്കിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് എണ്ണ തെളിയണ വരെ അതൊന്ന് തിളച്ച് വേണം കേട്ടോ. അപ്പോൾ ഈ കൂരി മുളക് കറി വെക്കും. പിന്നെ ഒരു പിടി തേങ്ങ അരച്ചിടും. അത് ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കൂരിക്കറിക്ക്. ഒരു പിടി തേങ്ങ അത്രയേ ഉള്ളൂ. അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് അപ്പോൾ കൂരിക്കറി റെഡി. അടിപൊളി മണമാണ്. അതിനിടെ കൂടി പിന്നെ ആ വാലിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് വറുക്കുകയും ചെയ്ത്. നല്ല മുട്ടക്കൂരിയായിരുന്നു കേട്ടോ, മുട്ടയുള്ള കൂരിയായിരുന്നു. കുറച്ച് ദിവസമായിട്ടായപ്പോൾ കൂരി ഇങ്ങനെ കിട്ടിയത്. അങ്ങനെ അടിപൊളി കൂരിക്കറിയും കൂട്ടി ചോറൊക്കെ കഴിച്ച് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ട് തൈര് വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ തൈര് വട ശരവണയിലെ തൈര് വട തന്നെ വാങ്ങണം കേട്ടോ, അതാ ടേസ്റ്റ്. ബാക്കിയൊക്കെ ഒരു പുളിപ്പായിരിക്കും. അപ്പോൾ അതിനകത്ത് ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തൈര് വട കഴിച്ച്. തൈര് വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സാമ്പാർ വടയാണ് ഇഷ്ടം, തൈര് വടയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ യൂണിറ്റിൽ നിന്ന് മാതാവ് ഉണ്ണിയൊക്കെ വന്ന് ഇപ്പോൾ പ്രത്യേക ഒരു ഐശ്വര്യവെട്ടായി വീടിന്. അങ്ങനെ ഈ മാസം ഫുള്ള് മാതാവ് ഉണ്ണിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.